وتوكلوا عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാന്യ പണ്ഡിതന്മാരെ, ഇമാമുമാരെ, സ്നേഹസമ്പന്നരായ നമ്മുടെ വില്യാപ്പള്ളി ദേശത്തെ പ്രിയപ്പെട്ട നമ്മുടെ പിതാക്കളെ, മാതാക്കളെ, നമ്മുടെ ഈ മഹത്തായ സ്ഥാപനത്തിൻ്റെ സ്ഥാരഥികളെ, പ്രിയപ്പെട്ട യുവാക്കളെ, യുവതികളെ, സ്നേഹസമ്പന്നരായ നമ്മുടെ മദ്രസയിലൊക്കെ പഠിക്കുന്ന നമ്മുടെ കുഞ്ഞുമക്കളെ, കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരമകാരുണികനും കരുണാവാരിധിയുമായ അള്ളാഹുവിന്റെ രക്ഷ, സമാധാനം നമുക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. വളരെ കാലമായി ഇവിടെ വന്നിട്ട്, അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഉപ്പ രോഗബാധിതനായിരുന്നു. എന്നാൽ ആരോഗ്യത്തിനും മനസ്സിനും വലിയ പ്രശ്നങ്ങളില്ലാത്ത ഒരു രോഗിയായിരുന്നു. ഒരു 3.5 വർഷത്തോളം ഡയാലിസിന് വിധേയനാവുകയും, എന്നാൽ മതരംഗത്ത് സ്കൂൾ ജോലി ആയിരുന്നു ആദ്യം. അത് കഴിഞ്ഞ് മദ്രസയുടെ മുഫത്തിസായിരുന്നു 18 വർഷം. അങ്ങനെ ഓടി നടന്ന് ആ ഒരു നിർവഹണത്തിനിടയിലാണ് ഒരു 6 ദിവസത്തെ ചെറിയ ഒരു വിശ്രമത്തോടെ ലോകത്തോട് വിട പറഞ്ഞത്. അള്ളാഹു സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുവാനാവട്ടെ. ആ ഒരു കാലയളവിൽ പ്രഭാഷണത്തിനൊന്നും വരാൻ കഴിയില്ലായിരുന്നു. കാരണം ഒഴിവ് കിട്ടുന്ന ഏത് സമയം വീട്ടിലേക്ക് എത്തി ഉപ്പയുടെ കൂടെ ഇങ്ങനെ ഇരിക്കും. അത് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാനല്ല, ഉപ്പ അങ്ങോട്ട് ഒരുപാട് ചരിത്രങ്ങളും ഒരുപാട് പാഠങ്ങളും ഓരോ നാട്ടിൽ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ എത്തിയതും ഒക്കെ. ഉപ്പയുടെ കല്യാണത്തിന് സ്ത്രീധനം വാങ്ങാത്തതിന്റെ പേരിൽ ഇറച്ചി ചോറ് കുഴിച്ചിടേണ്ടി വന്നു. ഒറ്റപ്പെട്ട ഒരു മനുഷ്യനായി. നാട്ടുകാർ പറഞ്ഞു, ഞങ്ങൾ വരൂല, സ്ത്രീധനം ഇല്ലാത്തതുകൊണ്ട് വരൂല. എൻ്റെ ഒരു വർക്കത്തായിരിക്കാം ദീനിയായി സേവനം ചെയ്യാൻ ഞങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചത്. അള്ളാഹു നിങ്ങൾക്കും അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. അപ്പോ അതിനുശേഷം, നിങ്ങളുടെ കാലയളവിന് ശേഷമാണ് ഇങ്ങനെ ഒരു ക്ലാസ് ഉണ്ട് എന്ന് കേട്ടപ്പോൾ വലിയ സന്തോഷം. അപ്പൊ ഞാൻ വഴിയൊക്കെ മറന്നിട്ടുണ്ട്, അന്വേഷിച്ച് അങ്ങനെ വരുന്ന വഴിക്ക് ഒരു ചെറിയ ചായപ്പൊടിയെ കണ്ടു. അപ്പോൾ അവിടെ ചായക്ക് ഇരുന്നു. അപ്പൊ ഞാൻ കടിയൊന്നും വേണ്ട എന്ന് പറഞ്ഞു. അപ്പൊ ചായപ്പീടിയക്കാരൻ്റെ വണ്ടിന്റെ നമ്പർ നോക്കിയിട്ട്, നിങ്ങൾ ഈ നാട്ടിലൊന്നും നല്ലല്ലോ, ഞങ്ങളെ കല്ലുമക്കായി ഒന്ന് തിന്നണം, പൈസ ഒന്നും കൊണ്ട് തരണ്ട എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പിന്നെ സന്തോഷത്തോടെ സ്വീകരിച്ച് അതിന്റെ പൈസ കൊടുത്തപ്പോൾ അയാൾ പറഞ്ഞു, അത് എന്റെ വാക്കല്ല. ഞാൻ പറഞ്ഞു, അതൊക്കെ സന്തോഷം. അങ്ങനെ അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഇവിടെ വില്യാപ്പള്ളിയാണ്, അവിടെ ഒരു ക്ലാസ് ഉണ്ട്, അങ്ങോട്ട് പോവുകയാണ്. അപ്പൊ അദ്ദേഹം ഇവിടെ പൊതു അറിയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞു, ഒരുപാട് ആളുകളൊക്കെ ഇല്ല, ഒരുപാട് അനുഗ്രഹങ്ങൾ പഠിച്ചോ നൽകിയൊരു നാടാണ്. അദ്ദേഹം എന്തുകൊണ്ടാണത് പറഞ്ഞത് നിങ്ങൾക്കൊക്കെ അറിയാം. ഒന്ന് ഭൗതികപരമായ കാഴ്ചപ്പാടായിരിക്കാം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അൽഹംദുലില്ലാ ഇങ്ങനെ വന്ന് ഇങ്ങനെ പള്ളി നിറഞ്ഞു കണ്ടോ, അല്ലാഹുവിന്റെ ഒരു ബർക്കത്ത് കിട്ടുമ്പോൾ അതിനനുസരിച്ച് അള്ളാഹുവിനോട് നമുക്ക് നന്ദി കാണിക്കാനുള്ള ഒരു മനസ്സ്, കൂടുതലൊന്നും ചിലപ്പോ നമുക്ക് അങ്ങനെ തോന്നില്ലെങ്കിലും, പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളത് ചെയ്യുന്നു. അതിന്റെ തെളിവുകളാണ് അടുത്ത തലമുറ കൂടി ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ എന്ത് വിഷയം പറയണം എന്ന ഒരു ആലോചന നമ്മുടെ സഹപ്രവർത്തകരോട് നടത്തിയപ്പോൾ അവർ
അവർ പറഞ്ഞത് ഇങ്ങനെ കുടുംബങ്ങളും കുടുംബിനികളും കുട്ടികളും ഒക്കെ ഉള്ളൊരു സദസ്സാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു ക്ലാസ് ആണ് ഉദ്ദേശിക്കുന്നത് എന്നതുകൊണ്ട് ഞാൻ പിന്നെ പഠിച്ച അപ്പോൾ അടുത്ത് ഒരു ക്ലാസ്സിന് വേണ്ടി പഠിച്ച ദാമ്പത്യം പൊരുത്തത്തിന്റെ പൊരുൾ എന്ന ഒരു വിഷയമാണ് നമ്മളിവിടെ ഇന്ന് ഓർമ്മിക്കുന്നത്. നമ്മുടെ ലക്ഷ്യം നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. ഞാൻ എവിടെ ചെന്ന് പ്രസംഗിക്കാൻ പഠിത്ത് ഒരു 10-18 പരിപാടികളുണ്ട്, തെക്ക് ഭാഗങ്ങളിലൊക്കെ ഉണ്ട്. അപ്പൊ എവിടെയാണ് എന്നോട് ചോദിക്കും. അപ്പൊ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ പറയും നിലമ്പൂരാണ് വീട്, ജോലി പേരാമ്പ്രയാണ്. അപ്പൊ എന്നോട് പലരും ഓർക്കാട്ടേരി അറിയാം. അപ്പൊ ഞാൻ ഓർക്കാട്ടേരി അറിയില്ല, കാരണം പല നമ്മുടെ ഇസ്ലാമിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അതല്ല, അവിടെയല്ല സ്ത്രീധനത്തിന്റെ പേരിൽ ആ പെൺകുട്ടി തൂങ്ങി വരച്ചത്. അപ്പൊ ഞാൻ അവരോട് പറയും, ആണ്, ഇതൊക്കെ എല്ലാ സമൂഹത്തിനും ഉണ്ട്, സങ്കടകരമാണ്. ഇങ്ങനത്തെ വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ അങ്ങാടികളിലെ പ്രശ്നങ്ങൾ നമ്മൾ വേഗം അങ്ങാടികളിൽ പെട്ടെന്ന് പോലീസ് വരും, ഫയർഫോഴ്സ് വരും, തീ കെടുത്താനാണ് ഒക്കെ. പക്ഷെ വീടിന്റെ അകത്തളങ്ങളിലെ പ്രതിസന്ധികൾ നമ്മൾ അറിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഗ്രില്ല് പൂട്ടിയിട്ട നമ്മുടെയൊക്കെ വീടുകളുടെ അകത്തളങ്ങളിൽ പല പ്രയാസങ്ങളും ഉണ്ട്. അത് നമ്മളുടെ ഉമ്മത്തിൽ അത് വരാൻ പാടില്ല. ഇരിക്കുന്ന നിങ്ങളും ഈ നിൽക്കുന്ന ഞാൻ, നമ്മളെ വീട്ടില് അങ്ങനെയൊക്കെ വരുന്നു, അങ്ങനെയൊന്നും രക്ഷ കിട്ടുന്നില്ല, സ്വൈര്യം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു ആന പാപ്പാനെ ഇട്ട് മിരട്ടി വാരിയല് പോലും പൊട്ടി ആശുപത്രിയിലായതിനു ശേഷം ബോധം തെളിഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചത്, എന്റെ ആന എവിടെയാണ്, എന്റെ ആന എവിടെ? ഒപ്പമുള്ളവർ പറഞ്ഞു, എന്നെ കൊല്ലാനാക്കിയ. എടാ, 32 കൊല്ലം എന്നെ ഏറ്റി നടന്ന് ഒരു നിമിഷം വിശന്നിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വന്നപ്പോ അതിന് ഭ്രാന്തളകി, അത് പിന്നെ മാറുകയും ചെയ്യും. ഞാൻ എന്തിനാണ് അതിനെ ശത്രുവാക്കുന്നത്? ഇതൊരു ഒരു ബുദ്ധിയില്ലാത്തൊരു ആനയെ കുറിച്ച് പാപ്പാന്റെ വാക്കാണ്. പക്ഷേ മനുഷ്യൻ ഇതിനേക്കാൾ ബുദ്ധിയും വിവേകവും ഉള്ളവനാണ്. അതുകൊണ്ട് തന്നെ പല സന്ദർഭങ്ങൾ നമ്മൾ പിടിച്ചു നിൽക്കണം. ലക്ഷ്യം നമ്മൾ മറക്കാൻ പാടില്ല. ഈ ലോകത്തേക്ക് അള്ളാഹ് അയച്ചത് നമുക്ക് ഒരു വിജയം നൽകാനാണ്, ഒരു അവാർഡ് നൽകാനാണ്. ആ അവാർഡ് എന്താണ്? നീ നല്ലവനും, നിനക്ക് സ്വർഗം, അതിന്റെ സന്തോഷമായിട്ട് തരാൻ വേണ്ടിയാണ്. ആ ഒരു അള്ളാഹ് തരാൻ ഒരുങ്ങിയത് നമ്മൾ നഷ്ടപ്പെടുത്തരുത്. അപ്പോ കുട്ടികൾ ക്ലാസ്സിൽ സ്കൂളിലൊക്കെ അപ്പോ വരുമ്പോ തന്നെ ചോദിക്കും അവര്, സർ ഞങ്ങൾക്ക് CE 20 മാർക്ക് നിങ്ങൾ തരൂലേ? അപ്പൊ ഞാൻ അവരോട് പറയും, 20 മാർക്ക് നിങ്ങൾക്ക് തരും. നിങ്ങൾക്ക് ഇപ്പൊ ഓൾറെഡി 20 മാർക്ക് 80 പരീക്ഷയ്ക്ക് കിട്ടും, 20 അധ്യാപകർ തരും. പക്ഷേ നിങ്ങളത് കളയരുത്. അതെങ്ങനെ സർ പോവുക? നിങ്ങൾ ക്ലാസ് കഴിക്കുക, നോട്ട് എഴുതാതിരിക്കുക, പഠിച്ചു വരാതിരിക്കുക, പരീക്ഷ മാർക്ക് വരും. ഇതെല്ലാം കൂടി ചെയ്യുമ്പോ നിങ്ങളെന്താവും? ആ 20 കട്ടായി 13ആയി 12 ആയിട്ട്. അള്ളാഹു നമുക്ക് സ്വർഗം നമ്മളെ ഉപ്പാക്കും ഉമ്മാക്കും കൊടുത്തു. അത് നമുക്കുള്ള പാടാണ്. അള്ളാഹിന്റെ അടുത്ത് ഉണ്ട് എന്ന് നമ്മളെ വല്യപ്പാക്കും വല്യമ്മാക്കും കൊടുത്തു. എന്നിട്ട് ചെറുത്താൻ ഇങ്ങനെ പഴം തിന്നരുത് എന്നുള്ള പറഞ്ഞത്, അത് നിങ്ങൾ തിന്നോളി എന്ന് പറഞ്ഞപ്പോ അവരതിൽ നിന്ന് പുറമേക്ക് വന്നത് വിധിയാണ്. അല്ലാതെ അവർ കുറ്റം ചെയ്തിട്ട് ഒരു വിധിയാണ്. അത് നമുക്കൊക്കെ ഒരു പാഠമാണ്. നമ്മളെ വല്യപ്പി സ്വർഗത്തിൽ പോയി ഒരു പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ തറവാട് തിരിച്ചു പിടിക്കണം. അത് അല്ല നമുക്ക് തരും ചെയ്യും. പക്ഷെ നമ്മൾ അല്പം ഒരു ശ്രദ്ധ എന്റെ അടുത്തും നിങ്ങളടുത്തും വേണം എന്നുള്ളതാണ്. നമ്മളിപ്പോ ഒരു പുഴ തുടങ്ങുന്നു, നമ്മുടെ കുറ്റിയാടി പുഴ തുടങ്ങുന്ന അന്ന് നേരെ അവിടുന്ന് തുടങ്ങുന്ന ആ പുഴയിലെ വെള്ളമൊക്കെ എല്ലാവരും കുടിക്കും, പൈപ്പിട്ട് കുടിക്കും. എന്നാൽ ആ പുഴ അങ്ങോട്ട് ഇവിടെ എത്തുമ്പോഴേക്ക് നമ്മള് മാഹിയ വൈപ്പൊക്കെ ഇവിടെ എത്തുമ്പോഴേക്ക് കുടിക്കാൻ വരെ അതിൽ നമുക്ക് പറ്റില്ല. അപ്പൊ തുടക്കം ഏതും നന്നാവുകയും ഒടുക്കമാകുമ്പോഴേക്ക് നമ്മൾ മലിനരാവുകയും ചെയ്യുന്നു എന്നതാണ്. നമ്മുടെയൊക്കെ ദാമ്പത്യ ജീവിതം തുടങ്ങിയപ്പോൾ വളരെ സന്തോഷകരമാണ്. 1ാമത്തെ ദിനം, 2ാം ദിനം, 1ാമത്തെ മാസം, 1ാമത്തെ വർഷം, 2ാമത്തെ വർഷം, അങ്ങനെ 5, 6, 8, 10 അവിടെ ഒന്നും ഒരു കുഴപ്പമില്ല. പിന്നെ നമ്മളെ ചെറിയ അകലങ്ങൾ വരും, ചില അകൽച്ചകൾ വരും. നമുക്ക് അവരെ പറ്റാതെയാവും, ഭാര്യക്ക് നമ്മളെ പറ്റാതെയാവും. അങ്ങനെ ഇങ്ങനെ ഇടപെട്ട് അങ്ങനെയല്ലല്ലോ വേണ്ടത്. സിമെന്റ് പോലെയോ അതുപോലെ മറ്റുള്ള വസ്തു പോലെ കാലപ്പഴക്കങ്ങളെ കൊണ്ട്
നമ്മൾ ദുർബലരാകല്ല വേണ്ടത്. കാലപ്പഴക്കം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ശക്തിപ്പെടുകയാണ് വേണ്ടത്. ആ ഒരു ലക്ഷ്യം, അതിൽ ഏറ്റവും പ്രധാനമായ നമ്മുടെ ലക്ഷ്യം ദീൻ തന്നെ നമ്മൾ ഏറ്റവും മനസ്സിലാക്കണം. എവിടെ പോയാലും എങ്ങനെ പോയാലും നമുക്ക് മുറുക്ക് പിടിക്കാനുള്ള വള്ളി ദീനാണ്. ദീനില്ലാത്ത കുറേ സ്ഥലങ്ങൾ കാണാം, ദീനില്ലാത്ത കുറേ ആളുകളെ നമുക്ക് കാണാം. പക്ഷേ അവിടെയൊന്നും നമ്മളുടെ ദീൻ അവരെ കണ്ടിട്ട് ദുർബലമാകുന്നില്ല. കാരണം ദുനിയാവ് അള്ളാന്റെതാണ്. അള്ളാനെ മറന്നിട്ട് ആരെങ്കിലും ദുനിയാവിനെ കൈകാര്യം ചെയ്താൽ അവനെ അള്ളാഹു ഞെരുക്കം കൊടുക്കുന്ന, സാമ്പത്തികമായി കൊള്ളുന്നില്ല, മാനസികം, അല്ലെ? ഭാര്യയും ഭർത്താവും 3 മക്കളും മരിച്ചു കിടക്കുന്നു. 3 മക്കളും മരിച്ചു കിടക്കുന്നു. ഭർത്താവ് ബാങ്ക് മാനേജറാണ്, ഭാര്യ BSNLന്റെ മെയിൻ ഓഫീസറാണ്. മക്കളൊക്കെ 2 ഡിഗ്രി കഴിഞ്ഞു, ഒരാള് +2 പഠിക്കുന്നു. ഒരു ബുദ്ധിമുട്ടും ആ വീട്ടിലില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷമമില്ല. പക്ഷെ അവർ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. എന്താണ്? അവരുടെ എന്തോ മാനസികമായ ഞെരുക്കം കൊണ്ട് 2 മക്കളെയും ഭാര്യയെയും 3 മക്കളെയും ഭാര്യയെയും വെട്ടിക്കൊന്ന് ഭർത്താവ് ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. പുറമേന്ന് നോക്കിയിട്ട് ഒരു ഞെരുക്കവും കാണില്ല. അപ്പൊ എന്താണ്? മനസ്സ് ഇടുങ്ങി. ആകാശത്തേക്ക് കയറി പോകുന്നവൻ അനുഭവിക്കുന്ന വിഷമം റബ്ബിന് നമുക്ക് തരാൻ ഒരു ബുദ്ധിമുട്ടില്ല. വിമാനം കയറുന്നവൻ, യന്ത്രഊഞ്ഞാലിൽ കയറുന്നവനൊക്കെ പറയാറുണ്ട്, എന്റെ ശരീരവും മനസ്സൊക്കെ ഇടുങ്ങിപ്പോവുകയാണ്. ആ ഇടുക്കം അള്ളാനെ വിട്ട് കഴിഞ്ഞാൽ ദാമ്പത്തിക ജീവിതത്തിലും നമ്മളുടെ ബിസിനസ്സിലും നമ്മുടെ ദുന്യവിയായ ജീവിതത്തിലും നമുക്ക് കാണാനാണ്. ഇന്ന് ഒരു സുഹൃത്തുമായി സംസാരിക്കാൻ. അപ്പൊ സുഹൃത്തുമായി സംസാരിക്കുമ്പോൾ ഒരു വീട്ടില് ടാങ്ക് നിറഞ്ഞിങ്ങനെ ഒഴുകണം. ഈ സുഹൃത്ത് ഓടിച്ചെന്ന് മെയിൻ ഓഫാക്കി. അപ്പൊ വീട്ടിൽ ആളില്ലേ എന്ന് അന്വേഷിച്ചപ്പോ ആളില്ല. കുറച്ച് കഴിഞ്ഞപ്പോ അവിടത്തെ ഒരു 20 വയസ്സായ മോൻ വന്ന് അവനോട് പറഞ്ഞു, എടാ ഈ ടാങ്ക് മോട്ടർ ഓണാക്കിയിട്ടാണോ പോയത്? ഇപ്പോ കരഞ്ഞുകൊണ്ട് പറയണേ, എന്റെ ഉമ്മ മരണപ്പെട്ടതിന് ശേഷം ഞാൻ എന്തോ ആയിപ്പോയി, എനിക്കൊന്നും ഒരു ഒത്തുപിടി കിട്ടില്ല, എന്തൊക്കെയോ മറക്കണം. നോക്കൂ നിങ്ങൾ, 20 വയസ്സായ ചെറുപ്പക്കാരന്റെ ശരീരത്തിൽ ഒന്നും നഷ്ടപ്പെട്ടില്ല. പക്ഷെ അവന്റെ ഉമ്മയാകുന്ന കരുണ നഷ്ടപ്പെട്ടപ്പോഴേക്ക് അവനൊന്നും ഒരു ഒത്തുപിടി കിട്ടില്ല, പഠിച്ചിട്ട് മനസ്സിലാവില്ല, ഞാനെന്തോ ആയി പോവുകയാണ്, എനിക്കിനി എന്താണ് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ആ വീട്ടിന്റെ മുമ്പിൽ വന്ന് കരഞ്ഞപ്പോ ഈ മോട്ടോർ ഓഫാക്കാൻ ചെന്ന കുട്ടിയുടെ അഥവാ ഉബൈദിന്റെ ഉമ്മയും നമ്മളെ ഒഴിവാക്കി കളഞ്ഞാൽ നമുക്ക് പിന്നെ അങ്ങോട്ട് തിരിച്ചെത്താൻ ഒരു വഴി ഉണ്ടാവില്ല. നമുക്ക് തോന്നുമ്പോ അള്ളാനായിട്ട് ബന്ധം പുലർത്താം, നമുക്ക് തോന്നുമ്പോ തൽക്കാലം 2-3 ആഴ്ച ഇങ്ങനെ പോട്ടെ. അള്ളാഹു ആ നേരത്ത് നമ്മളെ തിരിച്ചെടുത്തില്ല എങ്കിൽ നമുക്ക് പിന്നെ നമ്മൾ ആ വിചാരിക്കുന്ന കാരുണ്യ രൂപത്തിലൊന്നും പോകാൻ കഴിയില്ല. അതുകൊണ്ട് ഇസ്ലാമാകുന്ന രാജപാതയിലൂടെ പോകുന്ന രാജാക്കന്മാരെ പോലെ ആയിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. മതപരമായ ചിട്ടകൾ ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. കുട്ടികളോടും പറയാം, നമ്മള് വൈവാഹിക രംഗത്തേക്കൊക്കെ വരുമ്പോ നമ്മള് നമ്മുടെ ഉപ്പയുടെ ഉമ്മയുടെ ഇഷ്ടം ഒക്കെ നോക്കി ദീനുള്ള ആളുകളെ കൊണ്ട് നമ്മൾ വിവാഹം കഴിക്കാറുണ്ട്. അതേപോലെ തന്നെ ഭർത്താക്കന്മാരെ തിരഞ്ഞെടുക്കാറുണ്ട്. അപ്പോ നമ്മുടെയൊക്കെ മക്കൾക്ക് അങ്ങനെയുള്ളത് സമ്പത്ത് ആർക്കും ഉണ്ടാവും. ഇപ്പൊ അടുത്തിടെ ഒരു വിവാഹം നടന്നത്, വലിയ സമ്പന്നനായ ഒരു മനുഷ്യന്റെ മകൻ കല്യാണം കഴിച്ചത് ഉപ്പ വഫാത്തായ ഒരു കുട്ടിയാണ്. അപ്പോ പലരും, കുടുംബത്തിലെ പലരും പറഞ്ഞു, എടാ എന്താണ് ഇങ്ങനത്തെ വിവരക്കേട ചെയ്യണേ. അപ്പൊ അവരോടൊക്കെ അയാളൊന്നും പറഞ്ഞില്ല. നിക്കാഹ് ഖുതുബ നടത്താൻ വന്ന ഉസ്താദിനോട് പറഞ്ഞു, കുടുംബത്തിന് സാമ്പത്തികമായ കുഫ്ഫ് റെഡി ആയിട്ടില്ല എന്നുള്ള അഭിപ്രായമുണ്ട്, നിങ്ങൾ ഖുതുബയിൽ അത് പറഞ്ഞു കൊടുക്കണം. ആയത്തോതി പറഞ്ഞു കൊടുത്തു. അപ്പൊ അദ്ദേഹം പറയുന്നത്, എന്തിനാണ്, എനിക്ക് അള്ളാഹ് തന്നു, അത് 4 തലമുറക്ക് ജീവിക്കാനുള്ള പണം ഉള്ള ഞാൻ എന്തിനാണ് ഇനി ആർത്തി കാണിക്കുന്നത്? ഉള്ളവനാണ് ആർത്തി, ഇല്ലാത്തവനല്ല. അപ്പോ സ്ത്രീധനരഹിതമായ വിവാഹങ്ങളായിരിക്കണം നമ്മുടെ നാടുകളിൽ നടന്നതും ഇനി നടക്കുന്നതും ഇനി നടക്കാൻ പോകുന്നതും. നമ്മൾ മുവഹിദുകളായി എന്ന് പറഞ്ഞാൽ നമ്മളെ എല്ലാത്തിലും മാറ്റം ഉണ്ടാവും.
എല്ലാത്തിലും മാറ്റണം. സംഗതി മുജാഹിദൊക്കെ കഴിക്കണമെങ്കിലും ഓന്റെ മകന്റെ കല്യാണത്തിന് എന്നെ ഏൽപ്പിച്ചത് ഒരു 7 ഏക്കറുള്ള അല്ലെങ്കിൽ 10 ഏക്കറുള്ള ഗൾഫിൽ സ്ഥിരമായിട്ട് നിൽക്കണേ, അത്യാവശ്യം ഒരു 100 പവനൊക്കെ കിട്ടണേ, ഒരു ഒരു 1 കിലോമീറ്ററും അതിലൊക്കെ ഉള്ള ഒരു പുര, അത് ആണെങ്കിൽ എന്നോട് പറയോണ്ടി എന്നാണ് പറഞ്ഞത്. ഓ എന്ത് മുജാഹിദാണ് എന്ന് ബ്രോക്കർ നമ്മളെ കുറിച്ച് ചോദിച്ചിട്ടില്ല. കാരണം നിങ്ങൾ അക്കാര്യത്തിൽ അങ്ങനെയല്ല നിങ്ങളുടെ നിലപാട്. കാരണം ദീനുള്ള ഒരു കുട്ടി, അപ്പോ ദീനിന് പ്രാധാന്യം നൽകുന്നത് ബാക്കിയുള്ളതൊക്കെ തരേണ്ടത് അള്ളാന്റെ ബാധ്യത. ദീനിന് പ്രാധാന്യം നമ്മൾ കൊടുത്തില്ല എങ്കിൽ ബാക്കിയുള്ളത് തരാതൊക്കെ ദീനും ആവശ്യമില്ലെങ്കിൽ അള്ളാഹ് നമ്മളോട് ഇഷ്ടം ഉണ്ടാവില്ല. അതൊക്കെ ഒരു അലമ്പ് കേസായിട്ട് മാറലാണ്. നമ്മള് ഇപ്പോ കോളേജിൽ പഠിക്കുന്ന കുട്ടികളുണ്ടാവും, നമ്മുടെ മക്കൾക്കൊക്കെ, നമ്മുടെ മക്കള്, അതേപോലെ തന്നെ ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും. അപ്പൊ അവരോടൊക്കെ നമ്മൾ പറയേണ്ടത് ഇടക്കിടക്ക് കല്യാണം സമയമാവുമ്പോ മോനെ കല്യാണ സമയം അയക്കണേ എന്ന് പറയാം, പറഞ്ഞു കൊടുക്കണം. മോളെ മതമാണ് പ്രധാനം, ജീവിതം, അതുകൊണ്ട് മതപരമായ ചിട്ടകളുള്ള വിവാഹങ്ങളാണ് കേട്ടോ നമ്മൾ അന്വേഷിക്കുക, നമുക്ക് അതാണ് കേട്ടോ ഉപകരിക്കുക, അതേ നമുക്ക് പരലോകത്ത് പോകാനാവുള്ളൂ, അതേ നമുക്ക് ദീനിയായ വെള്ളിയാഴ്ച സ്ഥാപനങ്ങളിലൊക്കെ ജുമാനൊക്കെ പോകാനാവുള്ളൂ. അങ്ങനെയുള്ള ഭർത്താക്കന്മാരാവുമ്പോഴാണ് ഹജ്ജ് ഉംറയെ കുറിച്ചൊക്കെ ചിന്തിക്കുള്ളൂ, അമലൊക്കെ ഉണ്ടാവുള്ളൂ നമ്മുടെ മക്കൾ. അങ്ങനെ പറഞ്ഞ് മതത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നമ്മുടെ കുട്ടികളോട് നമ്മൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് വിവാഹത്തിലേക്ക് എത്തുമ്പോ അവർ അത് ഉൾക്കൊള്ളും. ദീനുള്ള ഒരു ഭർത്താവിനെ വേണം എന്നുള്ളത് അവർക്ക് തോന്നും. നമ്മുടെ മകനെയും നമ്മൾ അങ്ങനെയാണ് പറഞ്ഞു, അല്ലാതെ ഒരു കൊടുന്നനെ നീ പെണ്ണ് കെട്ടുന്നില്ലേ എന്ന് ചോദിച്ചാൽ അവന്റെ സ്വപ്നങ്ങളൊക്കെ നമ്മളുടെ സ്വപ്നങ്ങൾക്ക് വ്യത്യസ്തമാകും. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക. ദീനിലുള്ള എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, ദീനിലുള്ള എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലുള്ള കുട്ടികൾ, തൗഹീദുള്ള മക്കളുമായിട്ടായിരിക്കണം പരസ്പര വിവാഹങ്ങൾ നടക്കുന്നത്. പടച്ചറപ്പിന്റെ ഒരു പ്രകൃതി നിയമമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. നോക്കൂ നിങ്ങൾ, വിവാഹത്തിന് ഇത്രയും ചിട്ടകൾ പറഞ്ഞൊരു മതം നമുക്ക് കാണാനാവുള്ളൂ. അത് പടച്ചവന്റെ ദൈവികമായ സന്ദേശം തന്നെയാണ്. അള്ളാഹു പ്രകൃതിപരമായി സൃഷ്ടിച്ച ഒരു വ്യവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ആണിനെ കല്യാണം കഴിക്കുന്ന കാലം, പെണ്ണിനെ കല്യാണം കഴിക്കുന്ന കാലം, പെണ്ണിനെ കല്യാണം കഴിച്ചിട്ട് സ്വന്തം പെൺകുട്ടിനെ കൊണ്ടുപോകാൻ വേണ്ടി വന്നപ്പോ അവരെ തടഞ്ഞു വെച്ച് പോലീസിൽ ഏൽപ്പിച്ച നാടുകളൊക്കെയാണ് നമ്മുടെ കോഴിക്കോട് ജില്ലയിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആണും പെണ്ണുമാണ് വിവാഹിതരാകേണ്ടത്. അതുകൊണ്ട് കോളേജുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ ഞാൻ ഓളെയാണ് കെട്ടുന്നത്, ഓളിന്റെ കൂട്ടുകാരിയാണ് എന്ന് പറഞ്ഞ് അങ്ങനെയുള്ളവർക്ക് പ്രോത്സാഹനം നൽകുന്നവരുടെ കാലമാണ്. അപ്പൊ നമ്മളുടെ കുട്ടികൾ അങ്ങനെയൊക്കെ ആവുമ്പോൾ നമ്മൾ പിന്നെ ലെസ്ബിയൻസ് എന്ന് പറഞ്ഞിട്ട് അതിനൊക്കെ അംഗീകാരങ്ങൾ വരെ കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ബോധ്യപ്പെടേണ്ടത് നമ്മളുടെ വിവാഹം എന്ന് പറയുന്നത് ഓഡിറ്റോറിയം ഏൽപ്പിക്കലല്ല ഡ്യൂട്ടി. അതൊക്കെ നമുക്ക് പിന്നീട് ഏൽപ്പിക്കാം. ആരൊക്കെ തമ്മിലാണ് വിവാഹങ്ങൾ നടക്കേണ്ടതെന്ന് ബോധ്യപ്പെടുത്തേണ്ടുന്ന ബാധ്യത. അപ്പോ ആണ് പെണ്ണിനെയാണ് വിവാഹം കഴിക്കുന്നത്, പെണ്ണ് തന്നെ ആയിരിക്കണം. അത് വേറെ ഏതെങ്കിലും തരത്തിലുള്ള സ്വവർഗ രതിക്കുള്ള ഒരു സർവീസ് ആയിക്കൊണ്ടല്ല ഇസ്ലാം കാണുന്നത് എന്നാണ്. മാത്രമല്ല ഈ വിവാഹത്തിന്റെ ഒരു ജീവിതം എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഒരു അലോസരമോ അല്ലെങ്കിൽ ഒരു അരോചകമോ ആവാൻ പാടില്ല. നമ്മൾ ദാമ്പത്തിക ജീവിതം നമ്മൾ തുടങ്ങിയപ്പോ നമുക്കൊരു മടുപ്പില്ലല്ലോ. നമുക്ക് സന്തോഷവാന്മാരാണ് ഞാനും നിങ്ങളുമൊക്കെ, അല്ലെ? വളരെ സന്തോഷവാനാണ്. കല്യാണം കഴിഞ്ഞ് 2 കുട്ടിയാകുന്നത് വരെ, 3 മക്കളാകുന്നത് വരെ നമുക്ക് ആർക്കും തമ്മിൽ ഒരു പ്രതിസന്ധിയുമില്ല. പിന്നെ കുറച്ച് കഴിയുമ്പോൾ പൊട്ടലും ചീറ്റലും ഒക്കെ തുടങ്ങി, അത് കണ്ടാൽ മിണ്ടാതെയായി, ഭാര്യാവീട്ടിലേക്ക് പോകാതെയായി. അതൊക്കെ നമ്മളുടെ ദുശ്ശീലങ്ങളും നമ്മുടെ സ്വഭാവം മാറ്റുകയാണ്. നമ്മൾ നന്നാവുകയാണ് ചെയ്യേണ്ടത്, നമ്മൾ കേടുവരികയല്ല. അപ്പോ നമ്മൾ ആലോചിക്കേണ്ടത് ഇടക്കിടക്ക് ഇപ്പൊ ഈ വർക്ക്ഷോപ്പിലൊക്കെ നമ്മൾ വണ്ടി കയറ്റി ചെല്ലുമ്പോഴേ വർക്ക്ഷോപ്പുകാരൻ പറയും ഇന്ന് ഒഴിവല്ല കേട്ടോ, നാളെ ബ്രേക്ക് എടുക്കാൻ ഒരു വണ്ടി. അപ്പൊ എന്താ ഈ ബ്രേക്ക് എടുക്കുക എന്നുള്ളത് ആദ്യം അറിയില്ലേ? നമ്മൾ പ്രൈവറ്റ് വണ്ടിയിലും ടാക്സിക്കാരുണ്ട്. അപ്പൊ ചോദിച്ചോ പറഞ്ഞു അത് കൊല്ലം പുതുക്കണം. ഞാൻ പറഞ്ഞു നമ്മൾ
നമ്മളെ മുസ്ലിം ഉമ്മത്തിലെ കുടുംബജീവിതം ഇടക്കിടക്കൊരു ബ്രേക്കിന് കൊടുക്കുന്നത് നല്ലതാണ്. കാരണം ഒന്ന് പുതുക്കി ഒന്ന് ഉഷാറായി ആ ഒരു പഴമയിലായി അവസാനമായി ഇപ്പൊ ഇപ്പോഴൊന്നുമായി കിട്ടിയാൽ മതിയായിരുന്നു വെല്ലുവിളിനോട് കാത്തുത്തിരിക്കണ്. ഭർത്താവ് മൂപ്പറൊന്ന് പോയി കിട്ടിയാൽ മതിയായി. ശല്യതയുടെ മിക്ക 99% വീടുകളിലും ഈ ഒരു വെറുപ്പ് പ്രത്യക്ഷപ്പെട്ടിരിക്കും. ഇത് തീർച്ചയായും ചെലുത്താൻ ഇടപെടുന്നതാണ്. നമ്മളുടെ ദാമ്പത്തിക ജീവിതത്തിൽ നമുക്ക് സന്തോഷം, ഒരു വീടിന്റെ പൂത്തുലയുന്ന ഒരു റോസാപ്പൂവിന്റെ സുഗന്ധം അവിടെ ഉണ്ടാകേണ്ടിടത്ത് അവിടെ ദുർഗന്ധമായി വരുന്നത് നമ്മളുടെ അശ്രദ്ധ കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ദീനിയായ വാൻകിബുൽ അയാമ മിൻകും വസ്വാലിഹീന മിൻ ഇബാദിക്കും വഇമാനിക്കും യഖൂലു ഫുഖറാ യുഗ്നിഹിമുല്ലാഹു മിൻ ഫദ്ലിഹി വല്ലാഹു വാസിഉൻ അലീം. വിവാഹങ്ങളെ കൊണ്ട് ആരും കടത്തിലേക്ക് എത്താൻ പാടില്ല. നമ്മളുടെ അണ്ടറിലുള്ള വിവാഹങ്ങൾക്കൊക്കെ നടത്താം. പലപ്പോഴും പല വിവാഹങ്ങൾക്ക് പങ്കെടുക്കുമ്പോൾ ഒരു ഭയമാണ്. എന്താണ് അത്? ഒരു പൂരാഘോഷം പോലെ ആക്കി അത്. പിന്നെ അപ്പൊ നിങ്ങൾ എന്തെന്നൊന്നും ശ്രദ്ധിച്ചില്ലേ? നിങ്ങൾ എന്തിനെ ഇങ്ങനെയൊക്കെ ആക്കിയെന്ന് ചോദിച്ചാൽ അപ്പോൾ പറയാം അത് ഞാനല്ലായിരുന്നു, അതിപ്പോ മാളിയെ വന്നുകാണ്ട് ഇവന്റ് മാനേജ്മെന്റിനെ ഏൽപ്പിച്ച് അതിലുള്ളതാണ് ഈ ബൊക്ക കൊടുക്കലും ഇങ്ങനെ വരലും വളഞ്ഞു നിൽക്കലും പിന്നെ ചെരിഞ്ഞു നിൽക്കലും പിന്നെ പുതിയാപ്പനൊക്കെ പാടെ വന്നിട്ടുള്ള ഇതൊക്കെ പാടൊക്കെ ഇതിൽ പെട്ടതാണ്. ഒരു മ്യൂസിക് കേട്ടിട്ട് ഒരു പാട്ടിങ്ങനെ അതൊക്കെ ഈവന്റ് മാനേജ്മെന്റിൽ ഉള്ളതാണ്. പിന്നെ ഈ മാനേജ്മെന്റിന് എന്താ പണി? ഇത് എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം 3.5 ലക്ഷം എണ്ണി കൊടുക്കണ പണിയാണ്. അതുകൂടി ആ മാനേജറെ ഏൽപ്പിച്ചൂടെ? അപ്പോ നമ്മളാണ് ആ ഇത് കൊടുക്കുന്നത്. ഒരിക്കൽ നമ്മുടെ കീഴ്ശ്ശേരി ഭാഗത്ത് കൂടെ വാഹനം ഓട്ടിപ്പോകുമ്പോൾ അവിടുത്തെ ഒരു ആള് പറഞ്ഞു ഇത് ജിന്ന് പള്ളിയാണ്. വർഷങ്ങൾക്ക് മുമ്പ് 10 കൊല്ലം മുമ്പാണ്. അപ്പൊ ഞാൻ ചോദിച്ചു ഇതെന്താണ് ഇങ്ങനെ ജിന്ന് പള്ളി എന്ന് വിളിക്കാം? ജിന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ ഉണ്ടോ ജിന്ന് പള്ളി? അത് നിങ്ങൾക്ക് അറിയായിട്ടാണ് ജിന്ന് പള്ളിയാണ്, ജിന്നുകളാണ് അവിടെ പള്ളി. ഞാൻ ചെന്ന് നോക്കുമ്പോൾ 6 ബംഗാളി ഉണ്ട്, 2 രാജസ്ഥാൻകാരുണ്ട്, ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ പോയി വന്നിട്ട് പറഞ്ഞു നിങ്ങൾ എന്താണ് പറയുന്നത്? അവിടെ ഇൻസുകളാണ് എടുക്കുന്നത്. അപ്പൊ അതിന്റെ കൂലി കൊടുക്കുന്നത് അങ്ങനെ പോയി നോക്കാൻ പാടില്ല, നിങ്ങൾക്ക് എന്തോ പറ്റുന്ന. അപ്പൊ അവിടെ ഒരു ഉസ്താദിനെ വളർത്തിയെടുക്കാൻ അദ്ദേഹം മരണപ്പെട്ടപ്പോഴാണ്, ഇപ്പൊ നിങ്ങൾ യൂട്യൂബിലൊക്കെ കേട്ട് കാണും, ഒരു കൊടിമരം ഉണ്ടാക്കി ആ കൊടിമരത്തിന് ചുറ്റും മുസ്ലിം ഉമ്മത്ത് തവാഫ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. തവാഫ് ചെയ്യാൻ ഇങ്ങനെയുള്ള അണ്ടറുകൾ കെട്ടുകഥകളുടെ ഈ കാലത്ത് നമ്മളുടെ വീടിന്റെ അണ്ടർ പോലും അതിന്റെ നിയന്ത്രണം പോലും നമ്മളിൽ നഷ്ടപ്പെട്ടു പോയാൽ ഈ ദീനിന്റെ തിരുത്തലുകൾ നടത്താൻ ആരാണുണ്ടാവുക? കൊട്ടും കൊരവയുമായി വൈവാഹിക ബന്ധം തുടങ്ങുന്ന പുതിയ പെണ്ണിന്റെ വീട്ടിലേക്ക് ചെണ്ടയും ചെണ്ടമേളവും ഒക്കെയായി കടന്നു വരുന്ന ആ കാഴ്ച കാണുമ്പോൾ ആ വീട്ടിലിരിക്കണവര് ചോദിക്കല്ലേ ഈ വരുന്നവർക്കൊന്നും പാപ്പല്ലേ? അത് ആരെയാണ് പറയുക? നിങ്ങളിയാണ്. കാരണം നമ്മളൊക്കെ വീട്ടിലിരിക്കുകയാണ്, നമ്മളൊക്കെ പന്താടാൻ കൂട്ടുകാർക്ക് തമ്മിൽ ഇങ്ങനെയൊക്കെ ലഭിക്കുന്ന ബർക്കത്തുകൾ നഷ്ടപ്പെടുത്താൻ ഒന്നിച്ച് നമ്മൾ എന്തിരിക്കണം, അവർക്ക് ഒഴിഞ്ഞു കൊടുത്തിരിക്കണം. പിന്നെ നമ്മൾ അവസാനം ഈ കുടുംബത്തെ ഏറ്റെടുക്കുക, അമ്മായിമ്മ സൽക്കാരോ അമ്മോശ സൽക്കാരോ അതുവരെയുള്ളത് കൂടെ. അങ്ങനെയല്ല, ബർക്കത്ത് പോയാൽ തിരിച്ചു കിട്ടൂല കേട്ടോ. ബർക്കത്ത് പോയാൽ തിരിച്ചു കിട്ടൂല. ഞാൻ ഒരു മുടി വെക്കാൻ കയറി ഏകദേശം ഒരു 2-3 വർഷം മുമ്പാണ്. അപ്പോ പിന്നെ വലിയ ഷോപ്പ്. അപ്പൊ ഒരാൾ പറഞ്ഞു ഇവിടെ പോയാൽ മതി. ഞാൻ അവിടെ ചെന്നു. അപ്പൊ ഒരു ചെറുക്കനവിടെ ഒരു ചെറുപ്പക്കാരൻ അങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ അദ്ദേഹം ആദ്യം കുറെ സംസാരങ്ങൾ തുടങ്ങി. മുടിയെട്ടാവുന്ന 1.5 മണിക്കൂർ എടുത്തിട്ടോ അവന്റെ സംസാരമാണ്. ഞാൻ ഇങ്ങനെ കേട്ടു. അവൻ പറഞ്ഞു ഞാൻ ആരാണെന്നറിയോ? ഞാൻ പറഞ്ഞു ആരാണെന്ന് അറിയില്ല. അറിയാലും വലിയ വേറെ രാജാവൊന്നും ആവില്ല, കാരണം നമ്മളെയൊക്കെ മുടിയല്ലേ വെട്ടണേ, എന്റെ മുടിയൊക്കെ അല്ലേ, അപ്പൊ ഒരു സ്റ്റാൻഡേർഡിന്റെ ഒക്കെ അല്ലേ. അപ്പൊ ഞാൻ ഇങ്ങനെ സംസാരിച്ച് അപ്പം പറഞ്ഞു ഞാൻ സൗദി അറേബ്യയിൽ ബിസിനസ് നടത്തിയിരുന്ന ഒരു വലിയ ബിസിനസ്സുകാരനാണ്. ഞാൻ എൻ്റെ കാറിൽ പൈസ റിയാലിങ്ങനെ അംഗീകാരമുള്ള റിയാല് ഇങ്ങനെ കാറിലൊക്കെ ഒന്നായിട്ട് കളക്ഷൻ ഇട്ടിട്ട് കാലൊക്കെ ചിലപ്പോൾ വെക്കേണ്ടിയൊക്കെ ഉണ്ട് പൈസന്റെ ഇതുകൊണ്ട്. ആ അഹങ്കാരമാണ് അള്ളാ എന്നെ ഈ കോടിക്കൂട്ടിലെത്തിച്ചത്. ഞാൻ ആദ്യമായിട്ടാണ് അള്ളാന്റെ പരീക്ഷണമാണെന്ന് മനസ്സിലാക്കിയ ഒരു മനുഷ്യനെ ഞാൻ കാണുന്നത്. അതെ, ആ ചെറുപ്പക്കാരൻ പറയാ ഏകദേശം 19 വയസ്സുള്ള. ഞാൻ ആ പൈസമലൊക്കെ ചവിട്ടി കാല് വെച്ചിട്ട് ആ അഹങ്കാരം ഞാൻ ഇടയ്ക്കിടെ കാണിക്കുകയും അതിന് അള്ള എന്നെ കൊടുത്തിട്ടതാണ് ഈ STD ബൂത്തിന്റെ മകളിൽ കോഴിക്കൂട്ടിന്റെ ഉള്ളിൽ കുട്ടിപ്പെട്ടാൻ. അദ്ദേഹം കുടുംബപരമായ ഒരു ബാർബർ കുടുംബമല്ല, പക്ഷെ അദ്ദേഹം ജോലി എടുക്കുന്നു. അത്ഭുതം. ഞാൻ പറഞ്ഞത്
ബർക്കത്ത് പോയാൽ പിന്നെ നമ്മൾ എത്ര കുടുംബജീവിതങ്ങൾ ഭംഗിയാക്കാൻ തീരുമാനിച്ചാലും അള്ളാഹ് തിരിഞ്ഞേ നോക്കില്ല. അതുകൊണ്ട് ദാമ്പത്തിക ജീവിതം തുടങ്ങുന്ന കാലയളവിലെ നമ്മളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിവാഹത്തിന്റെ വേദികളും ഒക്കെ ഇസ്ലാമികമായി മാറ്റാൻ രണ്ട് കുടുംബങ്ങളും വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം എന്നതാണ് നമുക്ക് പറയാനുള്ളത്. മാത്രമല്ല നമ്മളൊക്കെ സ്വാലിഹുമാരാണ് അല്ലെ, നമ്മളൊക്കെ സ്വാലിഹുമാരാണ് എന്ന് പറഞ്ഞാൽ നല്ലവർ. ഭാര്യമാര് അവരും തന്നെ ഏറ്റവും നല്ല അള്ളാന്റെ അടിമകളാണ്. അടിമ ഭർത്താവിന്റെ അടിമയല്ല. നമ്മൾ പറയണ ഒരു കേൾക്കണം എന്നുള്ളത് ശരിയാണ്, പക്ഷെ നിങ്ങൾ അള്ളാന്റെ അടിമയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പിന്നെ സ്വഹാബികൾ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ ഞങ്ങളിങ്ങനെ പോകണം, നിങ്ങളൊക്കെ സ്വർഗത്തിൽ പോയിട്ട് ഞങ്ങളൊക്കെ പോകുക എന്നൊക്കെ അറിയില്ല, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഇബാദത്തെടുക്കൂ, നിങ്ങൾ ഇബാദത്തെടുക്കൂ. അപ്പോ അവര് പറഞ്ഞു, ഞങ്ങളിങ്ങനെ ഇബാദത്തെടുക്കുന്നുണ്ട്, പക്ഷെ കുറെ സമ്പന്നരായ ആളുകൾ കുറെ സ്വതക്കൊക്കെ ചെയ്ത് ഞങ്ങൾക്ക് സ്വതക്കി സക്കാത്തൊന്നും കൊടുക്കാൻ ഞങ്ങൾക്കില്ല. ഞങ്ങൾ നിസ്കരിക്കുക, നോമ്പ് വയ്ക്കുക, ഷഹാദത്ത് കൈമ ചെല്ല, ഇതൊക്കെ ഞങ്ങൾക്കുള്ളൂ. പക്ഷെ നമുക്ക് അങ്ങനെയൊന്നുമില്ല. അപ്പൊ റസൂല പറഞ്ഞു, നിങ്ങൾ മത്സരിക്കുക. അപ്പൊ ഞങ്ങളോട് ആരോടൊക്കെ ഇവരോടൊക്കെ മത്സരിച്ചിട്ട് ഞങ്ങൾക്ക് എത്താൻ കഴിയും. റസൂല പറഞ്ഞു, നിങ്ങളുടെ ഗ്രാമത്തിലെ ഏറ്റവും കൂടുതൽ ഇബാദത്തെടുക്കുന്നത് ഞാനും എന്റെ കുടുംബവുമാണ് എന്നതിന് നിങ്ങൾ മത്സരിച്ചാൽ ആ മത്സരത്തിൽ എന്തും ജയിച്ചിരിക്കുക. ആ മത്സരത്തിൽ ബാക്കിയുള്ളവരൊക്കെ ഇപ്പൊ വലിയ പുരയായിരുന്ന, വലിയ മുതലായിരുന്ന, വലിയ കാറായിരുന്ന എന്നൊക്കെ മത്സരിച്ചാൽ അതിന്റെ അപ്പുറത്തുള്ള വേറെടുത്തും വാങ്ങിയാൽ കഴിഞ്ഞു. പക്ഷേ ഞാനും എന്റെ കുടുംബവും വിദ്യാപള്ളിയിലെ ഏറ്റവും കൂടുതൽ ഇബാദത്ത് ചെയ്യുന്ന ഭാര്യയും ഭർത്താവും ഏറ്റവും കൂടുതൽ ഇബാദത്ത് ചെയ്യുന്ന മക്കളുമാണ് ഞങ്ങളുടെ വീട്ടിലുള്ളത്. അതിനുവേണ്ടി നമ്മൾ മത്സരിച്ചാൽ എന്നും വിജയിച്ചു കൊണ്ടിരിക്കും, പരാജയം ഉണ്ടാകില്ല എന്നതാണ്. നമ്മളുടെ ബന്ധത്തെ ഊട്ടി ഉറപ്പിക്കുന്നവൻ അള്ളയാണ്, വേറെ ആരുമല്ല. അന്ധവിശ്വാസം ഒരു വലിയ മേഖലയാണ് പിന്നെ ദാമ്പത്തിക ജീവിതം എന്ന് പറയുന്നത്. ആ ദാമ്പത്തിക ജീവിതത്തിന്റെ പൊരുള് ജഅല ബൈനകും മവദ്ദത്തൻ വറഹ്മാൻ, സ്നേഹവും കാരുണ്യവും അള്ളാഹു നമ്മൾക്കിടയിൽ ഊട്ടി ഉറപ്പിച്ചിട്ടുണ്ട്. അത് എവിടെയെന്ന് തെരഞ്ഞു നടന്നാലും നമുക്കറിയാം. അത് കല്യാണമൊക്കെ നടന്ന് നമ്മൾ ആ 2-3-4 കൊല്ലത്തോളം പോയത് വളരെ മവദ്ദത്തിലാണ്, വളരെ മവദ്ദത്തിലാണ് അല്ലെ. വൈകുന്നേരം ഭാര്യ വീട്ടില് ഭാര്യ 2 ദിവസം വിരുന്ന് പോയാല് നമ്മൾ അവിടെ പോയി കൊണ്ടുവരും അല്ലെ. അപ്പൊ അമ്മായിമ്മ പറയും, ഒരു 2 ദിവസം കൂടി ഇവിടെ നിന്നോട്ടെ, നിങ്ങളെന്താ പറയുന്നത്, ഒറ്റക്കായിട്ട് മനുഷ്യനെ ഉറക്കം കൂടി വരുന്നില്ല. മവദ്ദത്താണ്. അള്ളാഹ് നമ്മൾക്ക് ആ ഭാര്യയോടും ഭാര്യക്ക് ഭർത്താവിനോടും തന്ന ഒരു ദാമ്പത്തിക സ്നേഹമാണ്. ഞാൻ ഇന്ന് സ്കൂളിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് എന്റെ പൂർവ്വ ഒരു വിദ്യാർത്ഥിനി വന്നിട്ട് പറഞ്ഞു, സാർ എന്നെ അറിയോ? അപ്പൊ ഞാൻ പേര് ഓർക്കില്ല, പക്ഷെ അവള് പറഞ്ഞു, ഇങ്ങനെ ജീവിതമൊക്കെ ഹൈറാണ്, മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്, വളരെ വർക്കത്താണ്, 3 മക്കളുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കണം. വൈവാഹിക ജീവിതം ഞങ്ങൾക്ക് തോന്നി വിട്ടിട്ടില്ല, ഭർത്താവ് ഗൾഫിലാണ്. ഞാൻ അങ്ങനെ പറയുന്നവരെ കേൾക്കാറില്ല. ഭർത്താവ് ഭയങ്കര സുഖമാണ്, ഉറുപ്പൊക്കെ ഉഷാറായിട്ട് പോകുന്നതെന്നാ പറയുന്നത്. പക്ഷെ ഭർത്താവ് ഗൾഫിലാണ്, അതുകൊണ്ട് നമ്മളെ ദാമ്പത്തിക ജീവിതത്തിൽ സ്നേഹം കുറച്ച് കുറവാണ്. അത് നിങ്ങൾ കൂട്ടി കിട്ടാൻ വേണ്ടി വറക്കണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വരുമാനം ആകണം എന്നാണ്. അപ്പൊ ഈ സ്നേഹം എന്ന് പറയുന്ന ഒരു കുറവും ഇല്ല. മവദ്ദത്തൻ റഹ്മ, മവദ്ദത്ത് എന്നതിന് മറ്റൊരു വ്യാഖ്യാനം എന്താണെന്ന് മവദ്ദത്ത് എന്നതിന്റെ ഒന്ന് ആദ്യകാലത്തുള്ള സ്നേഹത്തെ കുറിച്ചാണ് ചില വ്യാഖ്യാനം. ആദ്യകാലത്തുള്ള നമ്മൾ ആരോഗ്യമുള്ള സമയത്ത് ഭാര്യക്കും ഭർത്താവിനോട് ഉണ്ടാകുന്ന സ്നേഹം, അത് നമുക്ക് ആവശ്യമാണ്. ഭാര്യ എന്റെ ഭാര്യയാണ്, എന്റെ ഭർത്താവാണെന്നുള്ളത് നമ്മൾ ചെറുപ്പകാലത്ത് ഒരു 30-35 വയസ്സ് വരെയുള്ള ഒരു കാലം, ഒരു വേറെ 40 വയസ്സ് വരെയുള്ള ആ ഉറച്ച കാലമാണ് മവദ്ദത്ത്. റഹ്മത്ത് എന്ന് പറഞ്ഞാല് പിന്നെ PSC ഒക്കെ കിട്ടിയാൽ, PSC എന്ന് പറഞ്ഞാൽ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ ഒക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയൊരു ഇതൊന്നും ഉണ്ടാവില്ല, വലിയൊരു അനുകമ്പയൊന്നും ഉണ്ടാവില്ല. പിന്നെ മൂപ്പരോട് പാവം തോന്നിയിട്ടുള്ള സ്നേഹം, ഓളോട് പാവം തോന്നിയിട്ട് ഇങ്ങോട്ടുള്ള ആ സ്നേഹം, പാവം കുഴക്കനെത്തി എന്തേടി, അതാണ് റഹ്മത്ത്. കാരുണ്യബോധമാണ്. അത് സ്നേഹമല്ല, അത് കാരുണ്യബോധമാണ്. അവളോട് ഞാൻ കരുണ കാണിക്കണം, അവൾ ഇങ്ങോട്ട് കരുണ കാണിക്കണം. പാവം പാപ്പ കുഴക്കുന്നുണ്ട്, ചുക്കളം വേണാവോ, കാക്ക കുഴക്കുന്നുണ്ട്, കാക്കക്ക് പരിക്കുന്നുണ്ട്, മരുന്ന് വേണാവോ, ഓരോ മരുന്നും മുക്കിടിയൊക്കെ പോണേ. അതിൽ ഭാര്യയും ഭർത്താവും കൊടുക്കുന്നത് റഹ്മത്താണെന്ന്. മറ്റൊരു വ്യാഖ്യാനത്തിൽ നമുക്ക് കേട്ടിട്ടുണ്ട്, മവദ്ദത്ത് എന്ന് പറഞ്ഞാൽ ലൈംഗിക ബന്ധവും, റഹ്മത്ത് എന്ന് പറഞ്ഞാൽ അതിലൂടെയുള്ള കുഞ്ഞു
കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത്, നമ്മുടെ മക്കൾ ധന്യമാണ്. ആ മക്കളുടെ പലപ്പോഴും ഇങ്ങനെ കുട്ടികളൊക്കെ ഇങ്ങനെ നടന്നു പോകുമ്പോ നടത്തം കണ്ടിട്ട് ഞാൻ ചോദിക്കാറുണ്ട്, എടാ ഇന്ന ആളുടെ, അപ്പോ കുട്ടികൾ പറയാ അയാളെ മോനാണ് ഞാൻ, എടാ എന്റെ വാപ്പാനെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, ഉമ്മാനെ പഠിപ്പിച്ചിട്ടുണ്ട് പറയുമ്പോ എത്രത്തോളമാണ് ആ അടയാളം അള്ള നമ്മളുടെ മക്കൾക്ക് കൊടുക്കുന്നത്. എത്ര ആ മൂക്ക്, ആ കണ്ണ് എന്ന് കോടാനുകോടി കണങ്ങൾ ഇന്ദ്രിയത്തുള്ളിൽ നിന്ന് തെറിച്ചു പോകുമ്പോൾ അതിൽ നിന്ന് അണ്ടവും കുംഭീജവും ചേർന്ന് സിക്താണ്ഡമായി അവൻ ചെറുതായി മൈക്രോസ്കോപ്പിൽ പോലും കാണുക വളരെ ചെറുതായിട്ടാണ്, മൈന്യൂട്ടാണ്. ആ അതിൽ അള്ളാഹു നമ്മളെ കണ്ണും നമ്മളെ മൂക്കും നമ്മളെ കാലും നമ്മളെ പുരികും നമ്മളെ തലയും നമ്മളെ ചെവി, നമ്മളെ മകന്റെ ചെവി നമ്മളെ ചെവിയൊക്കെ ഏകദേശം ഒരേപോലെയാകും. അതൊക്കെ അള്ളാഹു അതിൽ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളോടുള്ള സ്നേഹം എത്രയാണ്. അപ്പോ ആ കാരുണ്യത്തെയും ആ ബന്ധത്തെയും ഊട്ടിയുറപ്പിക്കുന്നത് റബ്ബാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കണം. അതിലെന്തെങ്കിലും കുഴപ്പം വന്നാലും ഇപ്പൊ നമ്മൾ ദീനിയായിട്ട് ഇവിടെ എപ്പോഴും വരുന്നു ഈ ഒരു ആദർശ പ്രസ്ഥാനത്തിന്റെ വക്താക്കളാണ്. അള്ളാഹിനോട് ഭയങ്കര ഇഷ്ടമാണ്, അള്ളാഹ് നമ്മളോട് ഇഷ്ടമാണ്. അതിന്റെ ഇടയ്ക്ക് നമ്മൾക്കിടയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അയൽപ്പക്കത്തൊരു ഹിന്ദു സഹോദരി എന്താ പറയാ, ഒരു പഠിച്ചവനൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ദീനിയായിട്ട് നല്ല പള്ളിക്കൊക്കെ എപ്പോഴും പോണ ആൾക്കാരാണ്. പിന്നെ ഓർക്ക് എന്തെങ്കിലും പറ്റിയതാവോ, അപ്പൊ അവര് ചിന്തിക്കണം എന്താ അറിയോ, അള്ളാഹിനോട് അത്രയും ഒരു കാരുണ്യം ചെയ്തിട്ട് ഇബാദത്തെടുത്തിട്ട് എന്താണ് അള്ള തിരിച്ചു അവരോട് കാട്ടാത്തത്? നമ്മൾ അള്ളാഹിനെ കുറിച്ച് അവര് തെറ്റിദ്ധരിക്കും. വളരെ കാര്യഗൗരവത്തിൽ പറയും, നമ്മൾ കാരണം അള്ളാഹിനെ ഒരാൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. അത് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാരണം ഒരു എപ്പോഴും പള്ളിക്കൊക്കെ പോണ ആളാണ്, എന്നിട്ട് എന്തേ ഓർക്കിടയിൽ ഇങ്ങനെ വന്നത്? ദൈവം അവർക്ക് കൃപ കൊടുക്കാത്തത് എന്താ എന്ന് ചോദിച്ചാൽ നമ്മളുടെ അവിവേകം കൊണ്ട് നമ്മളുടെ അള്ളാഹുവിനെ അവര് ആക്ഷേപിക്കും, കുറ്റപ്പെടുത്തും. അപ്പൊ നമ്മൾക്കൊരു ബാധ്യത അതുകൊണ്ട് നമ്മൾ ഒരുമയിൽ നിൽക്കുക എന്നുള്ളതാണ്. മലയാളത്തിൽ ഭാര്യയും ഭർത്താവുമാണ്. ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭരണകർത്താവ്, ഭാര്യ എന്ന് പറഞ്ഞാൽ ഭരണകർത്താവിന്റെ കീഴിൽ നിൽക്കുന്ന വൃത്തിയായ സേവകയായി ജീവിക്കുന്ന, അടങ്ങി ഒതുങ്ങി കഴിയും. പക്ഷെ ഖുർആൻ പറഞ്ഞത് സൗജത്ത് എന്നാണ്, ഇണ തുണ എന്നാണ്. ഇണയും തുണയുമാണ്. നമ്മൾക്ക് ഒരാണ് ഒരു പെണ്ണ് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ആ വിവാഹത്തിൽ ഒരു കുറവും ആർക്കും എവിടെയും വരുത്തിയിട്ടില്ല. ഇണയാണ് തുണയാണ്. ആ വീട്ടിൽ ഇങ്ങോട്ട് വന്നതാണോ ഇവിടുന്ന് അങ്ങോട്ട് പോയതാണോ, ഭാര്യനെ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്റെ മകളെ ഞാൻ ഏൽപ്പിച്ചു തന്നാ പറയണേ, നിങ്ങളുടെ മകളെ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്നാണ്. ഈ മകളല്ല നമ്മൾ ഏൽപ്പിക്കുന്നത്. അപ്പോ അവിടെ ഒരു വളരെ ബഹുമാനത്തോടു കൂടി ആ ഉപ്പയാണ് നമ്മളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ആദരവ് അവർക്ക് കൊടുത്തിട്ടുണ്ട്. സൗജത്തുമാണ്. ഇണയും ഇണ എന്നാണ്. സവ്വജ എന്ന് പറഞ്ഞാല് ഇണക്കം എന്നാണ്. അപ്പോ സൗജത്തും ആവുമ്പോ നമുക്ക് പണങ്ങാൻ ഒരിക്കലും പാടില്ല. ഒരു കാരണവശാലും എന്റെ നാവ് ശരിയല്ലെങ്കിൽ പിണങ്ങും. എന്റെ നാവ് ശരിയല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ എപ്പോഴും പിണക്കം ഉണ്ടാകും. ഭാര്യനെ നമ്മൾ ആക്ഷേപിച്ച അവൾ ഇങ്ങോട്ട് പിണങ്ങും. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു മരണം സംഭവിച്ച് അവിടെ എത്തിയപ്പോ ഈ മരിച്ചയാൾ കുറച്ച് തമാശ പറയുന്ന ആളാണ്. അപ്പോ മൂന്നാമത്തെ ദിവസമാണ്. അപ്പോ തമാശയൊക്കെ പറയുന്ന ആള് പറയാണ്, എന്തൊക്കെ അവരുടെ അവിടെ തൂക്കിയിട്ട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഉയരം കുറഞ്ഞ ഒരാളാണ്, അങ്ങനെ ഞാൻ കട്ടിൽ കാണാൻ പോയല്ലോ, ഫർണിച്ചർ പീടിയയിൽ കട്ടിൽ കാണാം. അസറ് കഴിഞ്ഞപ്പോ ഇയാളെ കൂട്ടിയിട്ട് പോയി ഞങ്ങൾക്കൊരു കട്ടിൽ വന്നു. അവിടെ എത്തിയപ്പോ ഇയാൾ എന്തിനാ കട്ടിലാണ് ടീ പോയി അനിയപ്പോ രാഗപ്പുറത്ത് എന്ന് പറഞ്ഞ് എന്നെ ആക്ഷേപിക്കുകയും കളിയാക്കുകയും ചെയ്തു. ഒരു രസകരമായിട്ടാണ് സ്വീകരിച്ചത്. അത്രയും തമാശ പറയുന്ന ഒരു മനുഷ്യനാണ്. അപ്പോ ഒരു വീട്, ആ വീട്ടിൽ സൗഹൃദത്തിലും സ്നേഹത്തിലും അല്ല നമ്മളെങ്കിലും നമ്മളുടെ ആ വീടിന് എന്താണ് അർത്ഥം? നമ്മൾ ആ വീട്, നിങ്ങൾ ആലോചിച്ച് നോക്കി, ആ വീട് എന്തിനുണ്ടാക്കിയത്? ആ വീട് ഉണ്ടാക്കിയ രംഗം എന്തായിരുന്നു? ആ വീടിന് കുറ്റിയടിച്ച രംഗം എന്തായിരുന്നു? അതിന് കല്ലിട്ടപ്പോൾ അതിനെ ആ വീട് കൂടലിന്റെ തലേ ദിവസമൊക്കെയുള്ള ഓടിപ്പാച്ചലുകൾ, നമ്മൾ അങ്ങോട്ട് പോണ്, ഭാര്യ ഇങ്ങോട്ട് വരുന്നേ, അങ്ങോട്ട് പോണ് ഇങ്ങോട്ട് വരുന്ന്, ഭാര്യ അങ്ങോട്ട് പോണ് ഇങ്ങോട്ട് വരുന്ന്, അത് കൊണ്ടുപോകണം ഇത് കൊണ്ടുവരുന്ന്, എല്ലാം ഇങ്ങനെ വളരെ സെറ്റപ്പായി അവരൊക്കെ നമ്മൾ സ്വീകരിച്ച്
ആ വീട് നമ്മൾ ഇരുന്ന് ആ പുതിയ കട്ടില് നമുക്കവിടെ കൊണ്ടുവന്ന് വെച്ച് നമ്മളതിൽ കിടന്ന് പിന്നെ ആ വീട്ടിൽ നമ്മൾ പരസ്പരം വിട്ടുപോകുന്നവരായാൽ, പരസ്പരം അകലുന്നവരായാൽ, ഭർത്താവിന് ഭാര്യയെ പറ്റാതെയാൽ, ഭാര്യ ഭർത്താവിനെ പറ്റാതെയാൽ, ഈ തൂണുകളും ഈ ചുമരുകളും ഒക്കെ നാളെ നമുക്കിതിനെ സാക്ഷി വഹിക്കൂലേ? നമ്മളെന്താണെന്ന് ഓർക്കാത്തത്. അപ്പോ നമ്മളുടെ അകത്തളവ് സന്തോഷമായിരിക്കണം. തീർച്ചയായും സ്ത്രീകൾ പുരുഷനും പാതി പാതിയാണ്, എല്ലാം പാതി പാതി. നമ്മളൊരിക്കലും ഞാനാണ് വീട്ടിൽ പൈസ കൊണ്ടുവരുന്നത്, അതുകൊണ്ട് ഞാനാണ് ഇവിടുത്തെ മുഴുവൻ. ഭാര്യ നീ ഒന്നും ഇവിടെ ഒന്നും അല്ല. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജീവിക്കുമ്പോ ഭർത്താവ് പറഞ്ഞോ ഞാൻ അടുത്തല്ല 5 രൂപ എനിക്ക് ബജ്ജിനൊക്കെ പോകാനായിട്ട് ഞാൻ പോവാണ്. അപ്പൊ ഭാര്യ ആദ്യമൊന്നും വേണ്ടിയില്ല. ഭാര്യ പറഞ്ഞോ ഞാൻ പോരൊന്നും വേണ്ട, നിങ്ങളാണ് 5 രൂപ. അല്ല ഞാൻ എനിക്ക് പറഞ്ഞ എന്റെ അടുത്ത് പൈസ ഉണ്ടെങ്കിൽ പോ, എന്റെ അടുത്ത് പൈസ ഉണ്ട് ഞാൻ പോവാണ്, എന്റെ അടുത്ത് പൈസ ഉണ്ടെങ്കിൽ ഇനി പോന്നോ, അല്ല പാപ്പ അധ്വാനിച്ച് തന്നതോ ഞങ്ങളെ തന്നതോ അല്ല റബ്ബറിറ്റൊക്കെ ഉണ്ടെങ്കിൽ. ഭാര്യ ഇങ്ങനെ കുറെ നിന്നിട്ട് പറഞ്ഞ ആയിക്കോട്ടെ ഞാൻ കുഴപ്പമില്ല, നമ്മളൊരു കാര്യത്തിൽ 10-15 കൊല്ലായില്ലേ നമ്മൾ ഒരുമിച്ച് ജീവിക്കണം, 35 കൊല്ലായി ഇവിടെ അയക്കണം, അതിന്റെ കൂലിയൊക്കെ തന്ന് 10-15 കൊല്ലായി ഞാൻ പണ്ടായിരത്തെ പണി അടുക്കളയത് പോരല്ല നമുക്ക് മകൾക്കുള്ള തിന്നാണ്ടാക്കണം. ആ 35 കൊല്ലത്തെ പണ്ടായിരത്തെ കൂലിയൊക്കെ കൂട്ടി വെക്കുമ്പോൾ 3-5 പൈസ ഉണ്ട് ഏകദേശം. ആ ഭാര്യയും ഭർത്താവും ഭർത്താവ് ഗവൺമെന്റ് കൊടുക്കാം, പ്രൈവറ്റിൽ പോകാനോ എന്നാ ഗവൺമെന്റ് കൊടുക്കാം. 2-3 കൊല്ലമൊക്കെ കൊടുത്ത് പിന്നെ അവർക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം പിന്നീട് ഒരിക്കൽ സംഗമത്തിൽ കണ്ടപ്പോ അവര് പറഞ്ഞു നിങ്ങൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് അവിടെ ഞങ്ങൾക്ക് ഗവൺമെന്റ് വരാനായിരുന്നു, അഞ്ചിന് പോയിരുന്നു. അപ്പൊ ഞാൻ ഈ സംഭവ കഥ നിങ്ങളോട് പറഞ്ഞത്, നമ്മൾ എപ്പോഴും നമ്മൾ ഒരുമിച്ചാണ്, നമുക്ക് വേർപെട്ടിട്ടുള്ള ജീവിതം ഇല്ല. നമ്മൾ ഖബറിലേക്ക് നമ്മളെ എടുത്തു വെക്കുന്നത് വരെ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മനുഷ്യനെ കാണാൻ പോയി. അദ്ദേഹം വളരെ നല്ല ആരോഗ്യവാനും ആരോഗ്യ ദൃഢഗാത്രനും 6 മക്കളുടെ ഉപ്പയും വളരെ ധന്യനായ വലിയൊരു തറവാട്ടിലെ ഒരു തേക്കിന്റെ കസേരയൊക്കെ അങ്ങനത്തെ ഒക്കെ ഒരു വീടാണ്. ആ വീട്ടിൽ ചെന്നപ്പോൾ ഭാര്യ മരണപ്പെട്ട 6 മാസം മുമ്പാണ്. അങ്ങനെ ഞാൻ അവിടെ എത്തിയപ്പോൾ അദ്ദേഹം അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നാണ് കാര്യം. അപ്പൊ ഞാൻ ചോദിച്ചു ആരാണത്? ഭാര്യ ഓരോ കല്യാണം ഞാൻ കഴിച്ചിട്ട് അപ്പോൾ അവിടെ ഉണ്ട്, പിന്നെ മക്കളൊക്കെ അങ്ങനെ പോണു. മോന് ഖത്തറിലാണ്, മോനും ഭാര്യയും മക്കളൊക്കെ അവിടെ. ഞാൻ ഇപ്പൊ ഒന്നും അല്ലാതെ ആരോഗ്യത്തിന്റെ വലിയൊരു മനുഷ്യനെ, നല്ല ആരോഗ്യമുണ്ട്, നല്ല ശബ്ദത്തുണ്ട്, തേങ്ങുണ്ട്, അടക്കുണ്ട്, പിന്നെ നെല്ലുണ്ട്. ഈ കാലത്ത് നെല്ലുള്ള വീട് വളരെ ചുരുക്കാം. പക്ഷെ അയാൾ കുഴഞ്ഞു പോയത് അദ്ദേഹത്തിന്റെ പാതി. ഞാനും നിങ്ങളൊക്കെ അങ്ങനെ തന്നെ വരിക. നമ്മളെ പാതി പോയാണ് നമുക്ക് ഇപ്പൊ ഇഷ്ടമല്ലാത്ത, നമുക്ക് മരിച്ചുപോയാൽ മതിയായിട്ട് വിചാരിക്കണം ഇതൊക്കെ ചത്തുപോകാൻ നല്ലത് ഇടക്കിടക്ക് പറയണേ. നമ്മളെ പാതി എങ്ങനെയാണെന്നൊന്ന് കണ്ണടക്കണ്ട. ഒന്ന് കുഴഞ്ഞാൽ പിറ്റേ ദിവസം അറിയാം നമ്മളെ സങ്കടം, നമ്മളെ വിഷമം, നമ്മളൊരു ഭാഗം തളർന്ന പോലെ തോന്നും, നമ്മുടെ ഉള്ളിലെന്തൊക്കെയോ നമ്മളുടെ കരുത്ത് ചോർന്നത് പോലെ തോന്നും. പ്രിയപ്പെട്ട സഹോദരി, നിങ്ങളുടെ ഭർത്താവ് ചിലപ്പോൾ ഇത് നിറമായി കാണാം, അല്ലെങ്കിൽ ശരീരത്തിലെ പാടുകളൊക്കെ ചിലപ്പോൾ വന്ന് കാണും, ചിലപ്പോൾ കണ്ണിന്റെ കാഴ്ച പോയി കാണും, ഒക്കെ സംഭവിച്ചിരിക്കാം. പക്ഷെ ആ മനുഷ്യൻ ഒരു ശല്യമാണെങ്കിലും ഒരു ദിവസം മരിച്ചുപോയി. പിറ്റേ ദിവസം വാതിലിൽ ഒരു മുട്ട് കേൾക്കുമ്പോൾ അറിയാം ഭർത്താവ് ആരായിരുന്നു എന്ന്. ഒരു സഹോദരി ഒരിക്കൽ ഒരു കത്തെഴുതി. കത്തിന്റെ കാലമാണ്. കത്തെഴുതിയിട്ട് പറഞ്ഞു സഹായിക്കണം. മൊബൈൽ നമ്പർ എന്ന് പറയുന്നത് അന്ന് ലാൻഡ് ഫോണാണ്. അയൽപ്പക്കത്തെ നമ്പർ അതിലുണ്ട്, PT എന്നുള്ളത് പ്രൈവറ്റ് നമ്പറായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോ അത് വെച്ച് വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളെ അടുത്തുള്ള ഇങ്ങനെ സാബിറ എന്ന് പറയുന്ന ഒരു സഹോദരി, ആ സഹോദരി ഉണ്ട്, അത് ഒരു കത്തെഴുതിയിരുന്നു, അപ്പൊ അവരെ കിട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ ആ വീട്ടിലെ അയൽവാസി പറഞ്ഞു ഇങ്ങനെ ഒരു ചെറിയ ജോലിക്ക് പോകുന്നുണ്ട്, ഞാൻ വന്നിട്ട് വിളിക്കാം. അപ്പൊ നമുക്കൊക്കെ അത് മൊബൈൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ വയനാട്ടിലേക്ക് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ട് തിരിച്ചു വിളിച്ചപ്പോൾ ആ സഹോദരി പറഞ്ഞു ഞാൻ ഒരു വീട്ടിൽ നിന്നാണ് സംസാരിക്കുന്നത്, ആ നിലക്കാണ് സംസാരിക്കാൻ പറ്റുള്ളൂ, ഒരു വീട്ടിലാണ്, ആ വീട്ടിലെ ഫോണിലാണ് സംസാരിക്കുന്നത്. അപ്പോ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഭർത്താവ് കുഴഞ്ഞു കിടക്കുകയാണ്. പക്ഷെ കുഴഞ്ഞു കിടന്നെങ്കിലും ഒരു 7 കൊല്ലം കടന്നപ്പോഴേക്ക് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുണ്ടായില്ല. പക്ഷെ 7 കൊല്ലം കഴിഞ്ഞ്
ബാപ്പ മരിച്ചു, 2 പെൺമക്കളുണ്ട്, ഞങ്ങൾക്ക് സുരക്ഷിതത്വമില്ല വീട്ടിൽ. കുഴഞ്ഞു കിടക്കുന്ന ബാപ്പ, ഞാൻ വിശദമായിട്ട് പറയാം, കുഴഞ്ഞു കിടക്കുന്ന ബാപ്പ ഉണ്ടായപ്പോ ഞങ്ങൾക്ക് സുരക്ഷിതമല്ല, ഞങ്ങളെ വാതിലാരും പൊട്ടിട്ടില്ല. പക്ഷെ ആ ബാപ്പ പോയപ്പോ വാതിലിന് മുട്ടിയാണ്, ഞങ്ങൾക്ക് കല്യാണമാണ്. പക്ഷേ ഭർത്താവിന്റെ വീട്ടുകാർ കല്യാണം വേണ്ട വേണ്ട എന്നാണ് പറയുന്നത്. അതാണ് എന്റെ പ്രശ്നം. അത് ഓരോട് പറഞ്ഞുകൂടാ, കാരണം കുടുംബത്തിലെ പലരുമാണ് വന്ന് മുട്ടുന്നത്. പക്ഷേ ഞങ്ങൾക്കൊരു സുരക്ഷിത്വം വേണം. അപ്പൊ ഞാനെന്തീ പറഞ്ഞു, എന്നെ കൊണ്ട് കഴിയാവുന്ന ഒരു പത്രത്തിൽ പരസ്യം കൊടുക്കല്ലേ, വിവാഹം കഴിച്ചു, പെൺകുട്ടികളെ സുന്ദരമായി കല്യാണം കഴിച്ചാൽ. ഞാൻ പറഞ്ഞത്, സഹോദരി, നിങ്ങൾക്ക് ഇപ്പോൾ ചിലപ്പോൾ ഒരു കുഴച്ചിൽ വന്നാൽ ഭർത്താവിന് അല്ലെങ്കിൽ ബുദ്ധി പോയി കാണും, അല്ലെങ്കിൽ പഴയ പോലെ ബിസിനസ് ഉണ്ടാവില്ല, പഴയ പോലെ കച്ചവടം കൂട്ടിപ്പോയി കാണും. പക്ഷേ അയാൾ ഒരു ശല്യക്കാരനും, അയാൾ ഒരു കഴിവില്ലാത്തവനോ ഒരു മുയന്തനോ തോന്നാൻ പാടില്ല. കാരണം ഉണ്ടാകുമ്പോ അതിന്റെ വില അറിയില്ല, പോകുമ്പോഴാണ് വിലയാണ്. ഒരു വീടിന്റെ നിയന്ത്രണാധികാരം അള്ളാഹ് തന്നിട്ടുള്ളത് ഭർത്താവിനാണ്. എന്തുകൊണ്ടാണ് ഭർത്താവിന് ഗർഭപാത്രമില്ല, ഒരു കുഞ്ഞ് അങ്ങനെ ജനിക്കാനില്ല, കുഞ്ഞിന് പാല് കൊടുക്കാനില്ല, ആ കുഞ്ഞിന്റെ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും അറിയാൻ ഭർത്താവിന് ചുമതലയിട്ടില്ല. മാത്രമല്ല, ഭർത്താവിന് ഒരുപാട് ചുമതലകളുണ്ട്. സാമ്പത്തിക കാര്യത്തിൽ ഭക്ഷണം കൊണ്ടുവരാനൊക്കെ പുരുഷനെ എത്തിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് നിയന്ത്രണാധികാരം എന്ന് പറയുന്നത്. ഒരു വലിയ സ്ഥാപനത്തിൽ ചെന്നാൽ അവിടെ ഒരു പ്രിൻസിപ്പൽ ഉണ്ടാവും. ആ പ്രിൻസിപ്പൾ, നിങ്ങളായി സ്കൂൾ കൊണ്ടുനടക്കുന്ന ഞാനല്ല, ഞാൻ ഇതിന്റെ ഒരു നിയന്ത്രണ അധികാരി മാത്രമാണ്. എല്ലാവരും വേണം. ആ നിയന്ത്രണ അധികാരം എന്ന് പറയുന്നത് എനിക്കും ഒക്കെ അള്ളാഹു തന്നതാണ്. നമ്മളുടെ വീട്ടിൽ നമ്മളാണ് ചായസേവയിലിരിക്കുക, അല്ലെ? നമ്മൾ പോകുന്ന ഭാര്യ ചായസേവയിലിരിക്കുക, അവിടെ ഇരിക്കുന്ന സ്ഥലത്ത് ഇരിക്കൂല. അഥവാ അപ്പൊ പ്രിൻസിപ്പൾ പോയ ആ സ്ഥലത്ത് മാഷി കയറിയിരിക്കോ? ഇല്ല. അത് എന്തോ ഒരു മോശമായിട്ടാണ് തോന്നുന്നത്. അത് ശരിയല്ല, ഇരിക്കൂല. പക്ഷെ ആ ഇരിപ്പിടം നിങ്ങൾക്ക് കിട്ടിയത് അള്ളാഹ് തന്നതാണ് അല്ലേ? പല വീട്ടിലും ഭർത്താക്കന്മാർക്ക് യാതൊരു സ്ഥാനമില്ലാത്ത വീടുകൾ കണ്ടില്ലേ? 2 ബീച്ചിലുള്ള ഒരു ടീച്ചർ ഒരു അമ്മായിമനെ ഉന്തിത്തള്ളിയിടുമ്പോ ആ വീഡിയോ എടുക്കണതാരോ? വീഡിയോ എടുക്കുന്നത് കുടുംബനാഥനാണ് വീഡിയോ എടുക്കണത്. ഓന് എല്ലുണ്ട്, നട്ടെല്ലുണ്ട്, പക്ഷെ ഓന് യഥാർത്ഥ നട്ടെല്ലില്ല. അതുകൊണ്ടാണ് അത് സംഭവിക്കണത്. ആ സമയത്ത് യേശു ശുശ്രൂഷിക്കുന്ന ഫോട്ടോ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ചുമരില്. അതൊക്കെ ഉണ്ടായിട്ടും ബോധം ഉണ്ടായിട്ടും നമ്മളല്ലാതെയാവും. അതുകൊണ്ട് അള്ളാഹു നിങ്ങളുടെ ഭാര്യ നല്ലവളായതുകൊണ്ടും പടച്ചറപ്പിൽ വിശ്വസിക്കുന്ന ഒരു മുസ്ലിമത്തായതുകൊണ്ടും നമുക്ക് കിട്ടിയതാണ് നിയന്ത്രണാധികാരം. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. എന്നാരെയും മദീനയുടെ ഇവിടെ ആരും വന്നിട്ടില്ല. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ? ഇല്ല, പ്രത്യേകിച്ച് അത്യാവശ്യമൊന്നുമില്ല എന്നൊക്കെ പറയുമ്പോ നമുക്ക് അധികാരം വകവെച്ച് തരുന്നത്. പക്ഷെ നിങ്ങൾ എന്ന് കരുതിയിട്ട് അവരോട് നിങ്ങൾ ഞാനൊരു രാജാവാണ്, ഞാനാണ് ഇവിടുത്തെ ആള് എന്ന നിലക്ക് അവരെ ഒരു സെക്രട്ടറി ആയിട്ട് കണ്ടിട്ട് അവരോട് മോശമായി പെരുമാറാൻ പാടില്ല. ഭാര്യ ചിലപ്പോൾ സമ്പത്ത് കുറച്ച് കുറഞ്ഞവളായിരിക്കാം, അവർ ചിലപ്പോൾ ഉദ്യോഗസ്ഥന്മാരേക്കാം. നമ്മൾ ഗൾഫിൽ വലിയ ബിസിനസ് നടത്തുന്നുണ്ടാവും, ഭാര്യ ചിലപ്പോൾ ബിസിനസ്സൊന്നും നടത്തുന്നില്ല ഉണ്ടാവില്ല. അവൾക്ക് ചിലപ്പോൾ ഫോണൊന്നും നമ്മൾ എടുക്കണത്ര അറിയില്ല, അവൾക്ക് ചിലപ്പോ ഇന്റർനെറ്റിനെ കുറിച്ച് വിശദത അറിയില്ല, ചിലപ്പോ കമ്പ്യൂട്ടർ ഞെക്കാനൊന്നും അറിയില്ല, അതിനൊന്നും ചിലപ്പോ അവൾക്ക് കഴിയില്ല. അവള് പറയുന്നല്ല, ഡ്രൈവിംഗ് അറിയില്ല, സ്കൂട്ടി ഓട്ടാൻ അറിയില്ല, ഒന്നും അറിയില്ല. ആ അറിവില്ലായ്മയാണ് നമ്മളാക്കിയത്. അതിലൊക്കെ ശ്രദ്ധ കൊടുക്കുന്നതിന് പകരം മക്കളെ നോക്കാൻ, പരിപാലിക്കാൻ, നമ്മുടെ ഡ്രസ്സ് അലക്കിയത് വൃത്തിയാക്കാൻ, നമ്മളുടെ ചെരുപ്പും, നമ്മളുടെ പേന, നമ്മളുടെ പെൻസിൽ, നമ്മളുടെ കണ്ണട, നമ്മുടെ ഗുളിക, ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ആ സഖി, അവരോട് നിങ്ങൾ നല്ല നിലയിൽ വർദ്ധിക്കുക. നല്ല നിലയിൽ. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ ഇറക്കം ഇറങ്ങുകയാണ്. ഈ വെക്കേഷൻ സമയത്ത് കുട്ടികളെയൊക്കെ നമ്മൾ ടൂർ കൊണ്ടുപോകും. അപ്പൊ ആ സമയത്ത് ഞാനും എന്റെ കുട്ടികളെ ഒരു ദിവസം ഔട്ടിങ്ങിന് പോകട്ടെ. അപ്പോ ഒരു ചെറുപ്പക്കാരൻ കുന്നിറങ്ങാൻ ഭാര്യ കയ്യിലൊരു ബാഗ് ഉണ്ട്. അദ്ദേഹത്തിന്റെ ഒരു കുട്ടിനെ അടുത്ത് ഫോൾഡ് വെച്ചിട്ടുണ്ട്. ഇരട്ട കുട്ടികളെ രണ്ടിനെ ഇങ്ങനെ 2 കയ്യിലും പിടിച്ചിട്ടാണ് അത് പലരും ഫോട്ടോ എടുത്തിട്ടുണ്ട്. നേരെ മറിച്ച് ഞാനും നമ്മളൊക്കെ പോവാണെങ്കിൽ ഭാര്യക്കാണ് ഇത് കുട്ടിനെ എടുത്തിട്ടാണ്, ബാഗ് വേറെ ഉണ്ടാവും, പിന്നെ അപ്പം വെള്ളം എടുത്ത് വേറെ ഉണ്ടാവും, ഭാര്യ
ഭാര്യക്ക് തോന്നും ഇവർക്ക് എല്ലാവർക്കും ടൂറാണ്, ഞാൻ അത് താങ്ങുകൊണ്ട് കിടക്കണ ഒരു താങ്ങിയാണ് ഇത് തോന്നും. പക്ഷെ ആ ഒരു ആദരവ്, ആ ഒരു സ്നേഹം, അവരോടുള്ള, അവരെ ബുദ്ധിമുട്ടിക്കരുത്, അവരെ കഷ്ടപ്പെടുത്തരുത്. അവര് കഷ്ടപ്പെടരുത്. ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടാലുമല്ല, എൻ്റെ ഭാര്യ അവൾ സ്നേഹം കൊടുക്കണം, അവൾക്ക് കുറച്ച് സൗകര്യം കൊടുക്കണം, അവളൊന്ന് ഉറങ്ങിക്കോട്ടെ, അവള് 2 ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ല, ഞങ്ങൾക്ക് പകലൊക്കെ കടന്നുറങ്ങാൻ, അങ്ങനെ എപ്പോഴും അവൾ അങ്ങനെ ആവട്ടെ, അവള് സന്തോഷിക്കട്ടെ, അവള് ഇഷ്ടപ്പെടട്ടെ, അവള് കുറച്ച് ഭക്ഷണമൊക്കെ കഴിക്കട്ടെ, അവള് നല്ലൊരു ചായ കുടിക്കട്ടെ എന്ന് നമ്മൾ എന്താണോ കിട്ടുന്നതൊക്കെ അവൾക്ക് പൂതി കൊടുക്കുന്നവരായിരിക്കണം. അല്ലാതെ നമ്മള് ഞാൻ പോവാട്ടോ എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ പോക്ക്, പിന്നെ രാത്രി 9:30 ഞാൻ വന്നിട്ട് ഒരു വില്ലേജ് ഓഫീസർ പോക്കുവരെ പോലെ അങ്ങനെ ആയാൽ പോരാ. നമ്മളൊരു അറ്റാച്ച്മെന്റോട് കൂടിയായിരിക്കണം. നമ്മളുടെ ഒരു വീട്ടിൽ നമ്മളുടെ ഭാര്യ എന്നാ ഞാൻ ഇറങ്ങട്ടെ കേട്ടോ, ഇത് ഞങ്ങൾ എങ്ങോട്ട് ഇറങ്ങണേ, ഞാൻ വലിയ ഭാര്യയാണ്, ഇത് ഞങ്ങൾ അങ്ങാടിക്ക് പോണേ, അല്ല എനിക്ക് കുറച്ച് അത്യാവശ്യങ്ങളൊക്കെ ഉണ്ട്. ആ വാക്കുകളാണ് അവളെ നമ്മളെ ഉദ്ധിപ്പിക്കുക. ഞാൻ ഓടട്ടോ, ഞാൻ വന്നിട്ടോ, അതെന്നാ വന്നിട്ടുണ്ട്, എന്തോ ഒരു പിന്നെ ഒരു അറ്റൻഡറുടെ സ്വഭാവം മാത്രമേ ഉണ്ടാവൂ, ഒരു ഭാര്യയുടെ ഭർത്താവിന്റെ ഇല്ല. അപ്പോ നമ്മളുടെ ആ ഇണക്കത്തെ നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് സമ്പത്ത് കൊടുത്തിട്ടാണ് അവളെ നിങ്ങൾ പോറ്റേണ്ടത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് നിയന്ത്രണ അധികാരം തന്നത്. അല്ലേ? ഭാര്യ പറയാണ്, എന്റെ ഉപ്പ കുറച്ച് പൈസ തന്നിട്ടുണ്ട്, എത്ര, 1,00,000 രൂപ, അത് അവിടെ വെച്ചോ, അത് അവിടെ വെച്ചോ, അല്ലട്ടാ നമുക്ക് ഓരോ അതൊക്കെ ഇതൊക്കെ എന്റെ ബാധ്യതപ്പെട്ട, അത് അവിടെ വെച്ചോ, എവിടെയെങ്കിലും സൂക്ഷിച്ചോ, എവിടെയെങ്കിലും സൂക്ഷിച്ചോ. കുറച്ച് കഴിഞ്ഞപ്പോ ഭാര്യ പറഞ്ഞു, ഭർത്താവ് വാപ്പ അങ്ങനെ വഫാത്തായപ്പോ ആ റോഡിന്റെ പക്കത്ത് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ റൂം തന്നിട്ടുണ്ട്, അതെന്താ കാരണം എന്റെ പേരിൽ അവിടെ നിന്നോട്ടെ, അതെന്താ എന്റെ സ്വത്ത്, നിന്റെ സ്വത്ത് നിനക്കുള്ളതാണ്, എനിക്കുള്ളതല്ല, ഞാൻ ഇതൊക്കെ ഉത്തരവാദിത്തങ്ങൾ ഇങ്ങനെ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്, അല്ലെ? അപ്പോ ഭാര്യ പറയാം, അതൊക്കെ ഇപ്പൊ എന്റെ പേരിലായാലും ഇതൊക്കെ അവിടെ നിന്നോട്ടെ, എന്റെ കൃത്യമായ കണക്കൊക്കെ വെച്ചിട്ട്. ഭാര്യ അഭിമാനിയാണ്, ഭാര്യ സന്തോഷവതിയാണ്, കാരണം ഓള് സമ്പന്നയാണ്. ഇതൊക്കെ കുറച്ചൊക്കെ 2 റൂമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ ഒരു റൂം ഓക്കും ഉണ്ടായിക്കോട്ടെ, അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പിന്നെ അതിന്റെ ആധാരമൊക്കെ എടുത്ത് നോക്കിക്കോട്ടെ, ഒരു സന്തോഷത്തിൽ. ചില ഭാര്യമാരെ നല്ലോ പണം ഒരു കൊടുക്കുകയാണ്, ഓളെ വാപ്പി കൊടുക്കുകയാണ്, ഒക്കെ കൊടുത്താലും 5 പൈസ കയ്യിലുണ്ടാവില്ല. ഒരു സ്വതക്കാരൻ വന്നാല് ഭാര്യ പറയുന്നത് എല്ലാ എന്റെ ഏട്ടിയേക്കാളടക്കം മൂപ്പറത്താണ്, ഒന്നുമില്ല. ഒരു ഇളയമ്മ വന്നാൽ 800 രൂപ കൊടുക്കാനില്ല. എങ്ങനെ ആയിപ്പോയി? നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ 1000 രൂപ ഉണ്ടെങ്കിൽ അവിടെ കൊടുക്കാം, 500 ഉണ്ടെങ്കിൽ അവിടെ കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഒരു വീട്ടിൽ അഭിമാനിയാകുന്നത് പോലെ അവളും അഭിമാനിയാകട്ടെ, അവളെ പറഞ്ഞ സ്വതക്ക കൊടുക്കട്ടെ. അവള് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ റൂമുണ്ടെങ്കിൽ ആ റൂമിന്റെ വരുമാനത്തിൽ അവള് സ്വതക്ക കൊടുക്കട്ടെ, അവരുടേതായ അതാണ്